ഷീ വാക്ക് തെറ്റിച്ചാൽ വലിയ നിരാശയുണ്ടാകും. ചൈന ഇറാൻ ആയുധ ഇടപാടിൽ ട്രംപിന്റെ പരസ്യ മുന്നറിയിപ്പ്. ഇവിടെയാകട്ടെ വലിയ രീതിയിൽ ചൈനയ്ക്ക് നേരെ സമ്മർദ്ദം ഘടിപ്പിച്ചുകൊണ്ടാണ് വൈറ്റ് ഹൌസ് രംഗത്ത് വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്ന നിർണായക വെളിപ്പെടുത്തലുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നതോടുകൂടി തന്നെ കാര്യങ്ങളെല്ലാം മാറിമറിയുകയാണ്. ചൈന ഇറാനിലേക്ക് ആയുധങ്ങൾ എത്തിച്ചെന്ന ഒരു വാർത്ത അത് ശരിയാണെങ്കിൽ താൻ വളരെ നിരാശനാകുമെന്നതാണ് ട്രംപ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റായ ഷീ ജിൻപിങ് നേരിട്ട് തനിക്ക് നൽകിയ ഉറപ്പിനെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ട്രംപിന്റെ ഈ പ്രതികരണം. ആഴ്ചകൾക്കുള്ളിൽ നൂറുകണക്കിന് ചൈനീസ് നിർമ്മിത മിസൈലുകളാകട്ടെ ഇറാനിൽ എത്തുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇറാനിലേക്ക് ആയുധങ്ങൾ നൽകില്ല എന്ന് ഷീ ജിൻപിങ് ആകട്ടെ വ്യക്തിപരമായി തന്നെ ഉറപ്പ് നൽകിയിരുന്നു. ആ വാക്ക് ലംഘിക്കപ്പെടുകയാണെങ്കിൽ അത് വലിയ നിരാശയാകുമെന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നതും. അതേസമയം വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട സൈനിക ശേഷി അത് പുനർനിർമ്മിക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായും ചൈന പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറാൻ തയ്യാറെടുക്കുന്നതായും ഇവിടെ ചില മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ റിപ്പോർട്ടുകൾ അമേരിക്കൻ സുരക്ഷാ വൃത്തങ്ങളിലും വലിയ ആശങ്ക ഉയർത്തുന്നതായിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ അവിടെ ഇറാനിലേക്ക് സൈനിക സഹായം നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ട്രംപ് ചൈനയ്ക്കും റഷ്യയ്ക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലവിൽ ചൈനയ്ക്കോ റഷ്യയ്ക്കോ ഇറാന് സൈനിക സഹായം നൽകുന്നില്ല എന്ന ഷീ ജിൻപിങ്ങിന്റെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും ഉറപ്പുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതിനിടെ തന്നെ ചൈന യഥാർത്ഥത്തിൽ ഇറാൻ ആയുധ സഹായം നൽകിയെന്ന ആരോപണം സ്ഥിരീകരിക്കപ്പെടുകയാണ് എങ്കിൽ അത് അമേരിക്ക ചൈന ബന്ധത്തിലും പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളിലും പുതിയ പ്രതിസന്ധിക്ക് വഴിവെക്കുമെന്ന് തന്നെയാണ് നയതന്ത്രജ്ഞർ പോലും ഇവിടെ പറയുന്നത്. യുദ്ധഭൂമിയിലെ ഏറ്റുമുട്ടലിനപ്പുറം തന്നെ ലോകശക്തികൾ തമ്മിലുള്ള വിശ്വാസ പരീക്ഷണമായും ഈ വാദം മാറുകയാണ്. ഇരു രാജ്യങ്ങളും അവിടെ ഇറാനിലേക്ക് ആയുധങ്ങൾ കൈമാറുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്നതാണ് താൻ വിശ്വസിക്കുന്നതെന്നും ട്രംപ് ഇവിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടുതലായി തന്നെ സംസാരിക്കുന്ന രണ്ട് പ്രധാന രാജ്യങ്ങൾ എന്റെ അഭിപ്രായത്തിൽ ഇതിൽ പങ്കാളികളല്ല. ഇനി അവർ അങ്ങനെ ചെയ്താൽ അത് അവർക്ക് തന്നെ വലിയ ദോഷം ചെയ്യുമെന്നും തീർച്ചയായും അത് അവരുടെ താല്പര്യങ്ങൾക്ക് ഗുണകരമാകില്ല എന്നതാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ കുറിച്ചിരിക്കുന്നത്. സമീപകാലത്ത് യുഎസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് ശേഷം റഷ്യൻ ചൈനീസ് രഹസ്യാന്വേഷണ ഏജൻസികൾ ആക്രമണത്തിനുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് ടെഹ്റാനെ സഹായിച്ചിട്ടുണ്ടോ എന്ന് വാഷിംഗ്ടൺ അന്വേഷിച്ചു വരികയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നതും. കഴിഞ്ഞ മെയ് മാസത്തിൽ ബീജിംഗിൽ ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചും ട്രംപ് ഇവിടെ അനുസ്മരിച്ചു. ഏത് സാഹചര്യത്തിലും ചൈന ഇറാനിലേക്ക് ആയുധങ്ങൾ നൽകില്ല എന്നും ചൈനീസ് നേതാവ് തനിക്ക് വ്യക്തിപരമായി തന്നെ ഉറപ്പ് നൽകിയതായും തങ്ങളുടെ ബന്ധം അവിടെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു എന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇതിനെല്ലാം താണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇറാനിലേക്ക് ചൈനയാകട്ടെ ആയുധങ്ങൾ നൽകുന്നു എന്ന രഹസ്യമായി തന്നെ ആയുധങ്ങൾ കടത്തുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് എത്രമാത്രം ട്രംപിനെ രോക്ഷാകുലനാക്കുമെന്നതും ഇനി വരും ദിവസങ്ങളിൽ മാത്രം തന്നെയാണ് കണ്ടറിയാൻ സാധിക്കുന്നതും. മാത്രമല്ല ഇപ്പോൾ ജോർദാനിലടക്കം യുഎസ് താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. പ്രത്യാക്രമണമായി തന്നെ യുഎസും തിരിച്ചടിച്ചതായിട്ടും അവിടെ നിരവധി മിസൈലും ഡ്രോണുകളും അങ്ങോട്ടേക്ക് ഇരച്ചെത്തിയതായിട്ടുള്ള വാർത്തകളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ട്രംപിന്റെ ഇത്തരം ഒരു താക്കീത് അല്ലെങ്കിൽ ചൈനയ്ക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.